ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക വിശ്വസിക്കുന്നു. ഞാനും ആൽഫിയും ഭയങ്കര ഒരു സീരിയസ് പ്രോബ്ലത്തിലൂടെയാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. യു ഓൾ നോ ദാറ്റ് ദിസ് ഈസ് അവർ ന്യൂ ഹ്യൂമിഡിഫയർ. ഇതാണ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്താണ് സംഭവിച്ചാൽ എൻ്റെ ആൽഫിൻ്റെ ത്രോട്ട് മൊത്തം എന്താ പറയുക ഡ്രൈ ആയി. രാവിലെ എണീക്കുമ്പോൾ ഫുൾ ഡ്രൈ ആയി സീനായി കിടക്കുക, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കിയതാണ്. അപ്പോഴാണ് പറയുന്നത് ക്ലോറിൻ്റെ വെള്ളം തീരെ ഈ സാധനത്തിൽ ഒഴിക്കാൻ പറ്റില്ല, ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രോട്ടിലൊക്കെ ഇഷ്യൂസ് വരും. അപ്പോൾ എനിക്കിപ്പോഴാണ് മനസ്സിലായി. ഇവിടെ ആണെങ്കിൽ നല്ല ഹൈ കണ്ടൻറ്റ് ഫ്ലോറിനാണ് ഇപ്പോൾ ഫ്ലാറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഭയങ്കര സീനാണ്. അപ്പോൾ അവർ ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം കുടിക്കുന്ന വെള്ളം യൂസ് ചെയ്തിട്ട് ഇതാക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ക്ലോറിൻ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹ്യൂമിഡിഫയറിൽ അത് യൂസ് ചെയ്യരുത്. ഹ്യൂമിഡിഫയർ ചീത്താവും ചെയ്യും, സെയിം ടൈം നിങ്ങളുടെ ത്രോട്ടൊക്കെ അടിച്ചു പോകാനും ചാൻസ് ഉണ്ട്. ഗൈസ് അപ്പോൾ ഇതാക്കണ ഇവിടെ നമ്മുടെ അൽഫിൻ്റെ അനിയനും ഇവിടെ ഉണ്ട്. ഹായ് ഗൈസ് എന്നൊക്കെ. അപ്പോൾ ഇത് പടു, ഇവളുടെ അനിയൻ. ഏതൊരു പക്ഷെ നമ്മളെല്ലാരും പടു എന്നാണ് വിളിക്കുക. അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സാധനം, എന്റെ ത്രോട്ട് റെഡി ആയി. ഞാൻ പറയായിരുന്നു മറ്റേ സാധനം പണി തന്നത്, ത്രോട്ടൊക്കെ റെഡി ആയി, കുറച്ചധികം പാണ്ടായി ബേബി. ഗൈസ് അപ്പൊ നിങ്ങൾ ഈ കാറുകൾ ഉണ്ടല്ലേ, ഇനി എനിക്ക് ഇഷ്ടംപോലെ കാറുകൾ കിട്ടും, അത് വീട്ടിലുണ്ട്. ഇപ്പം നമുക്ക് തൽക്കാലം പോർഷെ, ഒരു ലാംബോർഗിനി ഉണ്ട്, ഇനി നമുക്ക് ഫെറാറി ഉണ്ട്, ലാംബോർഗിനി ഉണ്ട്, മസ്താങ് ഉണ്ട്, കുറെ കാർസ് ഉണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് ഇത് ഇവളുടെ കളക്ഷനാണ്. ഇതിലൊന്നല്ല, നമ്മളിന്ന് ഇതിനുള്ളൊരു ഗരാജ് വാങ്ങിയിട്ട്. ഗൈസ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അതിനൊരു ഗരാജ് ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ ആമസോണിലുള്ള സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. കിടത്തി ഓണാക്കി ബേബി. അല്ല ഓണല്ല, എന്താണ് സാരിയോ കണ്ടില്ല നിങ്ങൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത് കണ്ടില്ല. നമ്മളുടെ സംഭവം ഇത് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കണ അൽഫിന്റെ ഹെൽപ്പ് വേണം. നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി. രണ്ടുപേർക്കും അത്ര ബുദ്ധി ഇല്ല എന്നുള്ള കാര്യം ബേബി മറക്കരുത്. എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് തോന്നില്ലേ? ബുദ്ധി ഉണ്ട് പെടു. ഇങ്ങോട്ട് ഇവന്റെ മിക്ക ഡയലോഗ് അടികളും പാളിപ്പോവാറുണ്ട് കേട്ടോ സാലി. ഇവൻ എന്തൊക്കെ ഡയലോഗ് അടിച്ചിട്ടുണ്ട് അതൊക്കെ പാളിപ്പോയിട്ടുണ്ട്. LED ഉണ്ട് കണ്ട. അതിന്റെ ചാർജറാണ് താങ്കൾ നേരത്തെ പറത്തി കളഞ്ഞത്. ഇതാ സാധനത്തിൽ ഇങ്ങനെ കറക്റ്റ് ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ കാറ് കൊണ്ടുവന്ന് അല്ല കാറ് പാർക്ക് ചെയ്തുമ്പോ വേറെ വൈബൊക്കെ കാണാം. പക്ഷെ അവിടെ വെക്കാൻ സ്ഥലമില്ല, അതാണ് എനിക്ക് ആകെയുള്ള. പിന്നെ എന്തിനാ മേടിച്ച സാറ്? ഇത് മുകളിലത്തെ ഭാഗം തോന്നിട്ടോ, ലൈറ്റ് താഴെ. ആദ്യം എല്ലാം പറത്തൊന്ന് എടുക്ക്. ഇപ്പോഴെന്താ ഡയലോഗ് അടിക്കുന്ന കുറെ നേരമല്ലോ. ഞാൻ മറ്റേ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഓരോരോ പ്രൊഡക്റ്റ് എടുക്കാം. കുറെ കാലം ഇങ്ങനത്തെ ചെയ്തിട്ടോ. ഇത് ഉണ്ടാക്കാൻ മാത്രമൊന്നുമില്ല. ഞാൻ എന്തോ വലിയ സംഭവം ഇപ്പൊ പടൂരുണ്ടാക്കാവുന്നതേ ഉള്ളൂ, സിമ്പിൾ. ഇത് ഉണ്ടാക്കാൻ ഒരു ലൈറ്റേ ഉള്ളൂ. ഇതെന്തത് ഉടായിപ്പാണോ? പറ്റിച്ചു. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി തീരുന്നല്ലോ. ഇത് കുഞ്ഞു കാർ എടുത്ത ഇതിപ്പോ ഇതെന്താണ് ഒരു കാർ വെക്കിയത് ഇങ്ങനെ വെക്കാനൊക്കെ ലൈറ്റും കൊടുക്കാം. ഏതായാലും ഉണ്ടാക്കി നോക്കല്ലേ. നീ ഓൺലൈനിൽ നിന്ന് ഇതൊക്കെ നോക്കിയിട്ടാണ്. അതില് 4-5 കാറൊക്കെ വെക്കുന്നുണ്ട്. സൈസ് നോക്കിയോ ബേബി? ചെറിയ കാറാണോ വലിയ കാറാണോ? സൈസ് ഞാൻ നോക്കിയിട്ടില്ല ബേബി, എത്ര വിവരം എനിക്കില്ലല്ലോ. സൈസ് നോക്കിയിട്ടില്ല. വലിയ കാറാണോ ചെറിയ കാറാണോ നീ നോക്കിയോ? ഇല്ല. കൺഗ്രാറ്റുലേഷൻസ്. പറ്റിക്കപ്പെട്ടു. നോക്കാതെ ഞാൻ പറ്റിക്കപ്പെട്ടതല്ല. കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഏതായാലും എന്താവും നോക്കാം. നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇതിനിപ്പം എന്റെ ആവശ്യമില്ല, ചെക്കര ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്ര ബുദ്ധി മതി ഇതിന്. സിമ്പിൾ പരിപാടിയായിട്ട് നമുക്ക് നടക്കുന്നില്ലല്ലോടാ. അതവിടെ അവിടെ തന്നെയാണത്. ഇവിടെ തന്നെയാണ് തോന്നുന്നത്. നല്ലോണം കയറ്റി ഇവിടെ വലിയ പീസല്ലേ വെക്കണ്ടേ? ഇത് ഇവിടെ വെക്ക്. അയ്യേ നമ്മളിത് ചെയ്യുമ്പോൾ അല്ല എടാ ഇത് നിലത്താണ്. ഇത് മുകളിലത്തെ ലൈറ്റ്, ഇത് ഷട്ടർ സിമ്പിൾ. ചെറിയ കാറുണ്ടെങ്കിൽ അല്ലേ, ക്യാമറയിൽ നോക്കുമ്പോ എന്തോ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചാൽ ഓക്കെ, എന്തോ വലിയൊരു ഗാരേജ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, നമ്മളുടെ ഇത് സ്കെയില് കണ്ടില്ലേ, ഈ കാറ് വെക്കുന്നതോട് കൂടിയും ഇത് ബ്ലാഷ് ആയി പോകും. ഇപ്പൊ ഇത് കാണുമ്പോ ഓക്കെ, ഷട്ടറിനെ കാറ്റുണ്ട്, ഷട്ടറിനും കാറ്റിലും വലിയ
കാറായി പോവാ അല്ലേ? നോക്കടാ, ഷട്ടറും കാറ്റ് വലിയ കാറായി പോയല്ലേ. അതാണ് ചെറിയ കാസാണ്. പക്ഷെ ആമസോണില് വലുതായിട്ട് കേസ് കണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നീ ക്യാമറയിലേക്ക് നോക്കിക്കോട്ടെ. ഇങ്ങനെ നോക്കുമ്പോൾ ഇത്, ഇങ്ങനെ നോക്കുമ്പോൾ ഇതല്ലേ? അങ്ങനെ നോക്കുമ്പോ പക്ഷേ വണ്ടി വാളിപ്പോയി. ഇതെന്തിനുള്ളതാണ്? ഏതായാലും ഓണാക്കി വെക്കാം. ഒരു കാറെങ്കിലും വെച്ചിട്ടൊന്ന്. പക്ഷെ ഇവന്മാരെന്ത് പൊട്ടന്മാര്, ഇതും കൂടി ഒന്ന് വൃത്തിയാക്കാം. ആ, ഭയങ്കര ബോറ് പോലെ ചുമ്മാ. ഇതിപ്പോൾ ഒരു വാട്ട് ഈസ് ദിസ് ഫോർ? അത് ചെലപ്പെങ്കിലും ഒരു മൂടിയൊക്കെയാണോ? ഓ, പാർക്കിങ്ങിന് മൂടി കൂടി വെക്കാം. കോപ്പ് പരിപാടി സാധനമായിരുന്നു. ചെറിയ കാറ് വാങ്ങി കഴിഞ്ഞാൽ വെക്കല്ലേ? ആടാ, ഞാനിനി ഇത് വെക്കാനായിട്ട് കാറ് മേടിച്ചു. ഇവിടെയൊക്കെ കൊള്ളുന്നതാണല്ലേ? നമുക്ക് ചെറിയ കാസ് ഉണ്ടെങ്കിൽ ഇതിൽ വെച്ച് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. കാരണം ഇവിടെ തന്നെ അയ്യോ, ഇന്നലെ പടുക സിനിമ കണ്ട് സോഫേന്നൊക്കെ ചാടുന്ന ഒരാള്. അത് കോമഡിയായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ മൊത്തം കണ്ടു കേട്ടോ. എന്താ അമ്പലപ്പറമ്പാ? ലൈറ്റ് മാത്രമുണ്ട്. ഇത്ര വലിയ ലൈറ്റിന്റെ ആവശ്യമില്ല. എന്തത്? ഒരു ലൈറ്റ് ഉള്ളൂ എന്നുള്ളതിന്റെ കംപ്ലൈന്റ് അല്ലായിരുന്നു. ഇങ്ങനത്തെ കാറ് കാണാണ്ട് ഇപ്പൊ ഇത് ഇത്ര ലൈറ്റ് ആയി ഇങ്ങനെ കാറ് കാണാനാ? ഫോണിൽ വരുമ്പോ അങ്ങനെ കേട്ടോ. പക്ഷെ എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ചെറിയ കാസ് വെച്ച് കഴിഞ്ഞാൽ മേ ബി നല്ല ഭംഗി ഉണ്ടാവും. കണ്ടില്ലേ ഇതിന്റെ ഔട്ടർ ലുക്ക് കണ്ടില്ലേ? ശരി, പക്ഷെ ഇത്ര ലൈറ്റും വേണ്ട. ഒരു ഡിം ലൈറ്റ് വേണം, എന്നാലും അത് കാണാൻ ഭംഗിയുള്ളൂ. വീട്ടിൽ നിന്ന് എന്തോ എന്തൊക്കെ എടുത്തോണ്ട് പറ്റെന്ന് പറഞ്ഞത്? കൊറേ കാസ് വെക്കണം. 1 2 3 4 കാറ് വെക്കായിരുന്നു. ഡാമിറ്റ് ചീറ്റിപ്പോയി. ഇനി വേറെ പരിപാടി നോക്കാം. ഓക്കെ, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് വെച്ചാ സെറ്റാ. കൊള്ളാം. ഇത് വെക്കാനിപ്പോ നല്ലതാണ്. അപമാനിച്ച് കളഞ്ഞു. കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കട്ടെ. അത് കിൻഡർ ജോയിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാട്ടാ. എന്താണ് പറയാനുള്ളത്? കോപ്പ് സാധനം അവന്റെ അമ്മൂമ്മന്റെ വാപ്പനെ കെട്ടിക്കാണത്. സൈസ് നോക്കാതെ മേടിച്ച നിന്റെ ഭാഗത്താണ് സാലി തെറ്റ്. ഒന്നത് കാണിച്ചോണ്ട ഞാൻ നോക്കട്ടെ. ഈ ബോർഡില്ലേ, ഈ ബോർഡ് വലുതൊന്നും 250 റുപ്യ ഉള്ളൂ. ഞങ്ങളെ ബോട്ട് ഉണ്ടാക്കിയില്ലേ? ഇതിപ്പോ നമുക്ക് ഉണ്ടാക്കിയാ പോരെ? അവന്റെ ആവശ്യമുണ്ടോ? ഒരു LED കൊണ്ട് വെച്ചുണ്ടാക്കിയാ പോലെ. ആമസോൺ ഒന്ന് കാണിച്ചു തരോ? ഞാൻ കാണിച്ചാൽ ഒരു പ്രിന്റ് പേപ്പർ കൊണ്ട് ഒട്ടിക്കുക. എന്താ ഇവിടെ 76 സെന്റിമീറ്റർ ലെങ്ത്, 34 സെന്റിമീറ്റർ വിഡ്ത്ത്, 2.5 സെന്റിമീറ്റർ ഹൈറ്റ്. എന്ത് സാലി ഇതാണ് ഇവിടെ സെന്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട് ബേബി. ഡിസ്ക്രിപ്ഷൻ പോയി നോക്കാറില്ല. ഉണ്ടോ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് മേടിക്കും നോക്കണം. ഇങ്ങനത്തെ പ്രൊഡക്റ്റ് നോക്കണ്ടേ? ഇങ്ങനത്തെ പ്രൊഡക്റ്റ് മേടിക്കുമ്പോ നോക്കണം. ഓക്കേ ഗൈസ്, പറ്റിപ്പോയി. ഓക്കേ, പട്ടി വെക്ക്. അതിനെ തിരിച്ചു വെക്ക് മര്യാദക്ക് വെക്ക്. തിരിച്ചു വെക്ക്. വെച്ചടി കോഴിക്കുഞ്ഞ്. അപ്പം അൽഫിന്റെ സ്പെഷ്യൽ ലസാനിയ. My God, this looks so good, bro. കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയോ എണീറ്റ് നമ്മള് കട്ട് ചെയ്തേക്ക്. ഈ സാധനം ഞാൻ ഷോപ്പിൽ നിന്ന് മാത്രമേ ഇതുവരെ കഴിച്ചിട്ടുള്ളൂ. വേറെ ഒരു ഒരു സ്ഥലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ലുലുന്ന് മാത്രം അതൊന്നും കഴിച്ചു. ഹണി കേക്കൊന്നും. സോ നമുക്ക് പ്രോപ്പർ പാത്രങ്ങൾ ഇല്ലാത്തോണ്ട് കുറച്ച് ടാസ്ക്. ഞാൻ ഇവിടെ ചെറിയൊരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കുന്ന ഒരു സുന ആപ്ലിക്കേഷൻ. എന്റെ കൊതിയാൻ തോന്നുന്നു ബേബി. അത് വേണ്ട കേട്ടോ, ചിന്തിപ്പോയി ബേബി. അത് ക്ലീൻ ആയി. എന്റെ കൊതിയാ. ഇവളുടെ കൊതി ഉണ്ടാവും. അവളെ വായന്ന് വെള്ളം അതിലേക്ക് ഉറ്റുന്ന. ഓക്കേ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. എപ്പോഴും ഞാനാ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാറ്. സോ ഇന്ന് അൽഫി. വലുതന്നെയാണല്ലോ ടേസ്റ്റ് ചെയ്യുന്നത് ബേബി. എങ്ങനെയുണ്ട്? കണ്ടാൽ അറിയാ. അത് പുളിയും അല്ലേ? പെർഫെക്റ്റ്. എന്റെ അൽഫ് ഇത്രയും വലിയൊരു ഷെഫായിരുന്നു അറിഞ്ഞില്ല.
ആരും പറഞ്ഞില്ല. പിന്നെതാ ഇന്ന് നൈറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ബിരിയാണി കൂടി ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു കാറിന്റെ വിഷമം അങ്ങോട്ട് തീരട്ടെ. അപ്പൊ ഇവന് ഇവിടെ സ്പൈഡർമാനും കണ്ടിരിക്കട്ടോ. സ്പൈഡർമാൻ ഗൈസ്, ഏതാ നോവയാ? പുതിയ സ്പൈഡർമാൻ ഇറങ്ങുന്നുണ്ട്. റിലീസ് ഡേറ്റ് എന്താ അറിയോ? ജൂലൈ 31 കേട്ടോ. അപ്പൊ ഇറങ്ങാനായിട്ടോ. പൊളിയായിരിക്കും. ഇത് ഒരു വട്ടൂടെ നല്ലോണം കണ്ടിട്ട് നമ്മ പോവാം. സോ ബൈ.